തദ്ദേശ വകുപ്പിൻ്റെ AI കോൾ സെൻ്ററിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കേരളത്തിലുള്ള ഏതൊരാൾക്കും തദ്ദേശ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, നിയമങ്ങൾ അത് സംബന്ധിച്ചെല്ലാമുള്ള ഏത് സംശയവും, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംശയവും ഈ കോൾ സെൻ്ററിലൂടെ നിവാരണം വരുത്താനാവും. അപ്പോൾ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നവീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഈ AI കോൾ സെൻറ്റർ. സ്മാർട്ടിന് ശേഷം അതുപോലെ തന്നെ ഹരിതമിത്രം ആപ്ലിക്കേഷൻ, ആർട്രാക്ക് സോഫ്റ്റ്വെയർ, ഇതിനെല്ലാം ഒപ്പം ഇപ്പോൾ ഈ AI കോൾ സെൻറ്റർ വരുമ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രയോജനകരമായി മാറുകയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. ഇന്ന് ബഹുമാനായിട്ടുള്ള ഗവർണർ സഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോഴും ഇതുപോലെ സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് ഉണ്ടായത്. അപ്പോൾ 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിന് ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്കമിട്ട് തങ്ങളുടെ നേട്ടങ്ങൾ നിരത്താൻ കഴിയുന്നു എന്നതാണ് കേരളത്തിലെ LDF സർക്കാരിൻ്റെ പ്രത്യേകത. ഗവർണർ വായിക്കാതെ പോയതുകൊണ്ട് അത് ഇല്ലാതാവില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി തെളിയിച്ചത്. അസാധാരണമായ നിലയിൽ ഗവർണർ പ്രവർത്തിച്ചാൽ അസാധാരണമായ നിലയിൽ ഗവൺമെൻറ് അതിനോട് പ്രതികരിക്കും. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവർണർ വിട്ടുപോയ ഭാഗങ്ങളും അവിടെ കൂട്ടിച്ചേർക്കുകയും ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കുകയും ചെയ്തു. അത് ഒരു അസാധാരണ നടപടിയാണ്. കാരണം ഗവർണറിൽ നിന്നുണ്ടായതും ഒരു അസാധാരണ നടപടിയാണ്. അപ്പം അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളോട് അസാധാരണമായി തന്നെ പ്രതികരിക്കാൻ കെൽപ്പുള്ള മുഖ്യമന്ത്രിയും ഗവൺമെന്റുമാണ് കേരളത്തിലുള്ളത്. കേട്ടില്ല. അല്ല, ഗവൺമെന്റ് ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഗവർണറുടെ ഉത്തരവാദിത്വം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മന്ത്രിസഭയുടെ നയപ്രഖ്യാപനമാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയം അല്ലല്ലോ പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ നയമാണ് പ്രഖ്യാപിക്കുന്നത്. മന്ത്രിസഭയുടെ നയം ഗവർണർക്ക് തീരുമാനിക്കാനോ മാറ്റം വരുത്താനോ പറ്റും. ഗവർണർ വായിക്കാതെ പോയതിനെ അദ്ദേഹം എതിർക്കുകയാണ്. അത് സർക്കാർ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ നിന്ന് അത് വായിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരു നാടകമായിട്ട് അദ്ദേഹം കാണുന്നത്. എല്ലാ കാലത്തും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ ഒരു തർക്കം എന്നത് ജനങ്ങളെ കണ്ടിപ്പൊഴിയിടാനുള്ള ഇപ്പൊ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട്, അതായത് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഭരണഘടനാനുസൃതമായ അല്ലാത്തൊരു നടപടിയെ പോലും തുറന്ന് വിമർശിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണെന്ന് കാണിക്കുന്നത്. ഒരേ സമയം അദ്ദേഹം ചാഞ്ചാട്ടാണ് കാണിക്കുന്നത്. ഗവർണർ ചെയ്തതൊന്നും ശരിയായില്ല എന്നും പറഞ്ഞ്, എന്നാൽ സർക്കാർ ചെയ്തതും ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര ഭയം? ഭരണഘടനാപരമല്ലാത്തൊരു നടപടി ഗവർണറിൽ നിന്നുണ്ടായാൽ അത് ഭരണഘടനാപരമല്ല എന്ന് നിവർന്നു നിന്ന് പറയാൻ, ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നൊന്ന് ഉറച്ചു പറയാൻ എന്താണ് പ്രതിപക്ഷ നേതാവിനൊരു ധൈര്യം വരിക? എന്താ അതില്ലാത്തത്? അതിൽ മാത്രമല്ല കേട്ടോ പ്രതിപക്ഷ നേതാവിൻ്റെ ധൈര്യക്കുറവ്. ഇന്ന് അദ്ദേഹം ശബരിമലയെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇന്ന് വല്ല പ്രതികരണം ഉണ്ടായോ? എന്തായിരുന്നു? ശബരിമലയില് അദ്ദേഹം പറഞ്ഞത് ഈ SIT അന്വേഷണത്തിൽ വ്യക്തമാണ്, ആര് ശ്രമിച്ചാലും അവരൊക്കെ അകത്താവുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എന്താണ്? ശബരിമലയുടെ കാര്യം വരുമ്പോൾ ഒരു പഴയ വീറും വാശി ഉത്സാഹവും കാണുന്നില്ലല്ലോ. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. പഴയ വീറും വാശി ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തത് എന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പ്രതിപക്ഷ നേതാവല്ലേ SITയെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? 2 ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ, അതിൽ ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിപരമായിട്ട് അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊടുത്തില്ലേ?
ഞങ്ങളുടെ അനുമതിയോടെയാണ് അവരെ ഉൾപ്പെടുത്തിയത്. അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ള ഉദ്യോഗസ്ഥരാണെന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? ഇപ്പോ പഴയ ഉത്സാഹം കാണുന്നില്ല, പാരഡിപ്പാട്ടിലും തീരെ താല്പര്യം കാണിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരും ഒന്നും അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി, 20 കൊല്ലം മുമ്പുള്ള UDFന്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പൊ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ പിന്നാക്കം പോകുന്നത്. ശബരിമലയിൽ കഴിഞ്ഞ 2 ദശാബ്ദം മുമ്പ് മുതൽ തുടങ്ങിയതാണ് ഈ കൊള്ള എന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. അത് അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. പഞ്ചലോഹത്തിലുള്ള നമ്മുടെ വാജിവാഹനം നിയമവിരുദ്ധമായി അത് കൈമാറിയത് UDF ഭരണസമിതിയാണ് എന്ന് വന്നു. പോറ്റി ആദ്യം കയറിയത് UDF ഭരണകാലത്താണ് എന്ന് വന്നു. പോറ്റിക്ക് ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള പിടിപാടിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. അതൊക്കെ വന്നോടുകൂടി തന്നെ ഇപ്പോ ശബരിമലയെക്കുറിച്ചും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും പറയുന്നില്ല. അങ്ങനെ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാൻ പറയുന്നു, ശബരിമലയിൽ കോൺക്രീറ്റ് കൊടിമരം ചെതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ കോൺഗ്രസ് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡും മാത്രമല്ല അതിനു മുകളിലുള്ള ആളുകളുണ്ട്. കട്ടവരെയും കക്കാൻ കൂട്ടുനിന്നവരെയും കട്ട മുതൽ പങ്കിട്ടെടുത്തവരെയും മുഴുവൻ അകത്താക്കും ഈ അന്വേഷണം കഴിയുന്നതോടുകൂടി. അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ പരിഭ്രമം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ വാജിവാഹനം കൈമാറിയത് ഉൾപ്പെടെ അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു. അതിന്റെ രേഖകളൊക്കെ എന്നാ പിന്നെ ഇന്നലെ ഹൈക്കോടതി അന്വേഷിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പൊ നോക്കൂ, പ്രതിപക്ഷ നേതാവ് പണ്ട് സ്വർണ്ണക്കൊള്ള നടത്തിയവരാരായാലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വാജിവാഹനം കൈമാറിയതിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കില്ലേ? ആ ഗതികേടിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കല്ലേ? അത് രേഖയുള്ളതല്ലേ, ഒരു ഫാക്ട് അല്ലേ അത്? അത് ഹൈക്കോടതിയല്ലേ പറയേണ്ടത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? അന്വേഷിക്കാനാ പറഞ്ഞത്. അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞ് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ചിലരെ രക്ഷിക്കേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. ഒരാളെയും രക്ഷിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഉപ്പ് തന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. പക്ഷേ ശബരിമല എന്നിപ്പോ പറയാതിരുന്നാൽ രക്ഷപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇനി വിചാരിക്കണ്ട. ഇത്ര കാലം പ്രതിപക്ഷമാണ് പറഞ്ഞതെങ്കിൽ ഇനി അവരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നിരന്തരമായ വിമർശനം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. അതിനിടയ്ക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ അറിഞ്ഞില്ല. എന്താ നിലനിർത്ത സംഭവമാണ്, എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വിഷയമാണ്. അല്ല, ഞാൻ അറിഞ്ഞില്ല. അത്രയും അറിയാത്ത കാര്യത്തെ പറ്റി പറയേണ്ടത് ഏതിലാ? അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ നിരന്തരം വിമർശിക്കുമ്പോ താങ്കളുടെ ആരും വിമർശനത്തിൽ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ നിരന്തരം വിമർശിക്കുന്നില്ലേ? എല്ലാവരും നിങ്ങളൊക്കെ വിമർശിക്കുന്നില്ലേ? അതെന്താ ഇവർക്ക് പ്രത്യേകമായൊരു പരിവേഷവും സംരക്ഷണവും ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആരും വിമർശിക്കാൻ പാടില്ലാത്ത വിശുദ്ധരാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് CPIM-നെ വിമർശിക്കുന്ന അത്ര ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഇഷ്ടം പോലെ വിമർശിക്കാം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിപ്പോരുത്. പണ്ട് പോളണ്ടിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ പോലെയാണോ? അവിടെ പോയത് ശരിയായോ പോയ കാര്യം എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ മറുപടി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. അവർക്ക് എന്താ വിശുദ്ധി ഉള്ളത് പ്രത്യേകിച്ച്? ഒരു ഭാഷത്തെ വിമർശിക്കുകയും അവരുടെ വേദിയിൽ പോവുകയും ചെയ്തത് അല്ല, CPIM-ന്റെ ആരും പോയിട്ടില്ലല്ലോ. അദ്ദേഹം CPIM-നൊപ്പം അല്ല, അദ്ദേഹം CPIM-ന്റെ മെമ്പറൊന്നും അല്ല, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലേ. അദ്ദേഹം പോയ കാര്യം എനിക്കറിയില്ല. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ. ഈ ചോദ്യം നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പൊ ഞാൻ പോയതാണെങ്കിൽ എന്നോട് ചോദിക്കാം. അദ്ദേഹം പോയതിനെ പറ്റി എന്നോട് ചോദിക്കുന്നതിന് പകരം നേരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇതുകൊണ്ട് പോയാൽ പോരെ?